പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്ത് ഹായ് വിക്രു, ആകെ നാണം കെട്ടുപോയല്ലേ, ആകെ ചകിരിച്ചോറ് കുഴഞ്ഞ പോലെ ആയല്ലേ തലച്ചോറ്. മോശം. ഞാനെന്നാലും നിങ്ങളെപ്പറ്റി ഇത്തിരി കൂടെ കുറച്ചും കൂടെ കാര്യമായിട്ട് വിചാരിച്ചിരുന്നു കേട്ടോ. എന്ത് നിങ്ങൾക്ക് പഠിപ്പും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ട്രോഫിയും സർട്ടിഫിക്കറ്റുകൾ കണ്ടപ്പോൾ ഇച്ചിരിയെങ്കിലും ബോധമുണ്ടെന്ന് വിചാരിച്ചു. പാകം മോശമായി. നിങ്ങൾക്ക് വെറും കഴുതണിടി എന്ന് വിളിക്കും. അതെ, അല്ലെങ്കിൽ പിന്നെ ഒരു നാരായണസ്വാമി സയൻറ്റിസ്റ്റ് ഇതൊക്കെ പറഞ്ഞ ഒരാൾ വിശ്വസിക്കുമോ? അപ്പം എടി നീ എന്നെ മിണ്ടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാരായണസ്വാമി പറഞ്ഞത് സത്യമാണ്. ഞാനാണ് വിഷകന്യക, പക്ഷേ നിങ്ങളെന്നെ കൊല്ലണ്ടേ? അയാൾ പറഞ്ഞത് കൊലക്കുറ്റത്തിന് ജയിലിൽ പോകുന്നല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ കൊന്ന് ജയിലിൽ പോകാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്ന് ജയിലിൽ പോക്കോ. അങ്ങനെയുള്ള അയാൾ പറഞ്ഞത്. എന്നാലല്ലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ഞാനേ വിക്രം സ്വാമി ഇവിടെ ഇരിക്കും, ഞാനേ അടുക്കളയിൽ പോയി അമ്മനൊന്ന് സഹായിക്കട്ടെ. അതിന് മുന്നേ എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് താഴ്ത്തിടണം കേട്ടോ. ഞാനിവിടുത്തെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുമ്പോൾ കൊല്ലാലോ, എളുപ്പമായിട്ട് കൊല്ലാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദം ഇങ്ങനെ വിക്രമിനെ പരിഹസിക്കുന്നു. അതിൻ്റെ ഇങ്ങനെ ഓം ഗ്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആവാഹിച്ച് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂത്തിക്ക് ഇടുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. വിക്രം ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ശ്രീജയടുത്ത് തുണികളൊക്കെ കഴുകി ഇങ്ങനെ വിരിക്കിന്. അപ്പോൾ സമയത്ത് നന്ദിനി സുഖമായിട്ട് പേപ്പർ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീജയടുത്ത് ഞാൻ സഹായിക്കണോ എന്നിങ്ങനെ ജസ്റ്റ് ചെന്ന് ചോദിക്കുന്നുണ്ട്. ഓ വേണ്ട, നീ പത്രം വായിച്ചിരുന്നോ, ഇത് ഞാൻ എനിക്ക് ചെയ്തോളാന്ന് പറയും. പത്രത്തിലെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അത് വേണം, എന്തെല്ലാം കാര്യങ്ങളെന്ന് പറയും. ഞാൻ എന്തായാലും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ പത്രമൊക്കെ വായിക്കുള്ളൂ എന്നൊക്കെ പറയും. ആ സമയം തന്നെ നമ്മുടെ വേദ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ വേദന ഇങ്ങനെ നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നന്ദിനി. സൂക്ഷിച്ച് നോക്കുമ്പോൾ നന്ദിനിക്ക് എന്തോ ഒരു സംശയം. എന്നിട്ട് വേദ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് നന്ദിനി ശ്രീജയുടെ അടുത്തേക്ക് വേഞ്ചല്, ശ്രീജയുടെ ഒന്ന് വാന്ന് പറയും. എന്താടിയെന്ന് ചോദിക്കും. വാ ഞാനൊരു കൂട്ടം കാണിച്ചു തരാമെന്ന് പറയും. എന്നിട്ട് വിക്രമിൻ്റെ മുറിയുടെ ജനലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വേദ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി തലയൊക്കെ കെട്ടി പൊട്ടൊക്കെ തൊട്ട് താലിമാലെടുത്ത് ഇടുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. കണ്ടോ എന്ന് ചോദിക്കും. എന്ത്, ഞാനൊന്നും കണ്ടില്ല എന്ന് പറയും. ആ സമയത്ത് വേദ ഇപ്പുറത്ത് കൂടെ വന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചനയും സംസാരവും? നന്ദിനി അടുത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീജേടത്തി എന്തായാലും എനിക്കെതിരെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയും. അതെയോ, നന്നായി. ഞാനേ പറയുമ്പോൾ അല്ലേ വിശ്വസിക്കാത്ത, അതുകൊണ്ട് ഞാൻ ശ്രീജേടത്തിക്ക് കാണിച്ചു കൊടുത്താണ്. എന്ത് എന്ന് ചോദിക്കും. നിൻ്റെ താലി ഊരി വയ്ക്കൽ എന്ന് പറയും. നീയല്ലേ അന്ത നന്ദിനി അടുത്ത് താലൂരി വയ്ക്കില്ലേ? എനിക്ക് അങ്ങനത്തെ താലി ഭ്രാന്തൊന്നുമില്ല, നിനക്കല്ലേ, നീ അങ്ങനെ താലൂരി വയ്ക്കുമ്പോൾ സംശയിക്കണം. നിനക്കല്ലേ താലി എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഭഗവാനും മഹാമഹേശ്വരി ക്ഷേത്രത്തിൽ കെട്ടിയ താലി എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഈ വീട്ടിൽ കയറി കൂടിയേക്കണത്. അപ്പോൾ പിന്നെ നീ എന്തിനാ താലിമാല ഊരണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പരിഹസിക്കും. അതേ, ഒരാൾ കഴുത്തിൽ താലി കെട്ടി കഴിയുമ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഊരിയാലും പിടിച്ചാലും ആ ബന്ധത്തിന് ഒരു കോട്ടവും പറ്റില്ല എന്ന് നമ്മുടെ വേദയും പറയും. ആ സമയത്ത് ഒരു ഓട്ടോ വന്നിറങ്ങുന്നുണ്ട്. അവിടെ അമ്മയായിരുന്നു. അമ്മ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയതായിരുന്നു. അമ്മ എവിടെ പോയി എന്ന് ചോദിക്കും. അമ്പലത്തിൽ പോയാണെന്നൊക്കെ പറയും. എന്താ രാവിലെ എന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും കൂടെ ഒരു ചർച്ച. ഒന്നുമില്ല എന്ന് പറയും. വേദയ്ക്ക് നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കും കമലാമ്മ. എന്നിട്ട് പറയും, നിങ്ങളാരും കുളിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് കുളിക്കുവളെ പോലെ കുളിച്ച് സുന്ദരിയായിരുന്നാൽ പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ പണിയിട്ടുണ്ടെന്ന് പറയും. അമ്മ എന്താ അമ്പലത്തിൽ പോയെന്ന് ചോദിക്കും. അതെ, അമ്പലത്തിൽ പോയത് മാത്രമല്ല, മോള് പറഞ്ഞ അന്നത്തെ പൂജാരില്ലേ, ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ശാന്തി, അദ്ദേഹത്തെ ഒന്ന് കണ്ട്. കാര്യം എന്നല്ല, വിക്രമിനെ നമ്മൾ ചീത്ത പറഞ്ഞെങ്കിലും കൂടി അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയും, എന്നിട്ട് എന്ത് പറഞ്ഞു നന്ദിനി ആകാംക്ഷയോടെ ചോദിക്കും. അന്നേരം കമലാമ്മ പറയും, ഒരു കുഴപ്പമില്ല, എൻ്റെ മോളെ കൊണ്ട് വിക്രമിന് നല്ലത് മാത്രമേ ഉള്ളൂ, അവന് വരുന്ന ദോഷങ്ങൾ വരെയും ഇവളെ കൊണ്ട് തടയാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സമാധാനമായില്ലേന്ന് പറയും. ഇനി നിങ്ങളെല്ലാവരും കഴിച്ചോ എന്ന് ചോദിക്കും. ഇല്ല എന്നറിയും. എന്നാൽ വാ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയും. അപ്പോൾ വേദ നന്ദിനെ പരിഹസിക്കും. വാ, എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഉണ്ണണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് കളിയാക്കും. പിന്നീട് വിക്രം വരണ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വേദ നല്ല സുന്ദരിയായൊക്കെ വരുന്നുണ്ടാവും. ഈ വിക്രം സ്വാമി എന്താ അവിടെ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കും. നീ എന്നെ പല പേരും വിളിക്കുന്നുണ്ട്, ഈ പേര് നീ എന്നെ ഒരുപാട് കളിയാക്കണ പോലെ ഉണ്ടാ, എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കേൾക്കും എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? വിക്രം സ്വാമി എന്തായാലും സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയതല്ലേ, നാരായണ സ്വാമിയുടെ അടുത്ത് പോയതല്ലേ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ, നിങ്ങൾ എന്തായാലും അത് വിശ്വസിച്ച് നടക്കുന്ന ആളല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളെ സ്വാമി എന്നല്ലേ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ്. അതെ,
നമുക്കിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകണം, ടൂറ് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതെ നീ ഇവിടെ നിന്ന് പുറത്ത് പോകും, നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കണ്ട പടം തുടരണു എന്നൊക്കെ പറയണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ ദേ എൻ്റെ നിന്ന് കിട്ടും എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് രമ്യ വരും. അപ്പോൾ രമ്യ വരുമ്പോൾ എന്താ ഇവിടെ വഴക്കാണോ എന്ന് ചോദിക്കും. വഴക്കൊന്നുമല്ല എന്ന് പറയും. ഞങ്ങളൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷകന്യക 2.0 എന്നൊക്കെ ഇരുന്ന് പറയും. എന്നിട്ട് വായോ പായസം കൊണ്ടുവന്നാന്ന് പറയുമ്പോൾ അകത്തേക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയും, അവിടെ ചെന്ന് കഴിയുമ്പോഴും വേദ പറയും, വേദന പരിഹസിക്കാൻ നോക്കണ് നമ്മുടെ രമ്യ പറയുന്നത് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കണ പോലെ തോന്നി. അപ്പോഴാണ് ചാനലിൻ്റെ റിഹേഴ്സൽ എന്ന് പറഞ്ഞത്. റിഹേഴ്സലോ ചാനലോ എന്നറിയേ. അപ്പോൾ അത് എന്തായാലും രണ്ടും കൂടി വഴക്കുണ്ടാക്കുമായിരുന്നു എന്ന് പറയാൻ പോകുമായിരുന്നു നമ്മുടെ നന്ദിനി. പക്ഷേ കമലാമ്മ ദേഷ്യത്തോടെ വിളിക്കും, അതെ രമ്യ സത്യമാണ്, ഇതിൽ നന്ദിനി ഏട്ടത്തിക്ക് ഉണ്ടൊരു റോള് എന്ന് പറയും. അതിൻ്റെ പേരാണ് പരദൂഷണം ഭവാനിന്ന്. പരദൂഷണം ഭവാനിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനി ഞെട്ടുന്നുണ്ട്. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, എന്തായാലും അപ്ലോഡ് ചെയ്ത് പുറത്ത് വീഡിയോ എല്ലാവരും കാണില്ലേ, അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് കുട്ടിയോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് കമലാമ്മയും ചോദിച്ച് പരിഹസിക്കും. എന്നിട്ട് പറയാം, അതെ ഞാൻ വിചാരിച്ച് ഇവർ വഴക്കുണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണല്ലേ രമ്യയോട് പറഞ്ഞതെന്ന് ചോദിക്കും. അതെ. എന്നിട്ട് പിന്നെ വേദയ്ക്ക് ആ പാത്രമൊക്കെ കഴുകി കൊടുക്കും. രമ്യയ്ക്ക് ആ പാത്രങ്ങൾ കഴുകി കൊടുക്കും. രമ്യയ്ക്ക് ജോലിക്ക് പോകാനുള്ളതെന്ന് പറയും. പായസം ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്ന് പറയും. അമ്മേ ഇവള് എന്നെ മനഃപൂർവ്വം പരിഹസിക്കുന്നതല്ലേ, ഇത് ചാനൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയും, അതെ ചാനൽ തന്നെയാണ്, മോള് പൊക്കോ എന്ന് പറഞ്ഞ് രമ്യനെ പറഞ്ഞയക്കും. അതെ ആ കുട്ടി വിക്രമും വേദയും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കണം അവിടെ വെച്ച് കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ തോണ്ടി ചകയാൻ നോക്കിയപ്പോൾ വേദ അത് ഇടപെട്ടു. ഇതിലൊരു കുഴപ്പമില്ല, വേദ നിനക്കിട്ട പേരും നല്ലതാ, എന്താ മോളെ അത് ചോദിക്കും. അപ്പോൾ പറയും പരദൂഷണം ഭവാനിന്ന് വേദ ചിരിച്ചുകൊണ്ട് പറയും. അപ്പോൾ അവരെല്ലാവരും കൂടെ ചിരിക്കും. അത് നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പേരെന്ന് പറയും. ശ്രീജയ്ക്കാണെങ്കിലും ചിരി വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. അങ്ങനെ നന്ദിനി ദേഷ്യത്തോടെ ചാടി അകത്തേക്ക് പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ വേദയുടെ അച്ഛൻ ഷൂവും സോക്സൊക്കെ ഇടുന്നുണ്ട്, കോടതിയിൽ പോകാനാണ്. ആ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി ദീപ്തിയും വരും. ദീപ്തിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കും. ശങ്കരനാരായണനുള്ള ചായയുമായി വേദയുടെ അമ്മ അകത്തേക്ക് പോകുന്ന സമയത്ത് കോണിപ്പടി ഇറങ്ങി സന്തോഷത്തോട് ഇറങ്ങി ഓടി വരുന്ന ആൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നുണ്ട്. ഒരടി പോലും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പതുക്കനെ ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും നെഞ്ചിങ്ങനെ പൊട്ടി വല്ലാത്ത വിഷമത്തോടെ എന്തായാലും അറ്റാക്കിൻ്റെ തുടക്കമോ അറ്റാക്കോ അങ്ങനെ എന്തോണ് അങ്ങനെ നെഞ്ചത്ത് കൈവച്ചിരിക്കുന്ന ആളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.